നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ മേഖലയിൽ ചരക്ക് നീക്കത്തിൽ വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഭാരത് ഇലക്ട്രോണിക്സ്. സൈന്യത്തിന്റെ ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വാഹൻ 50 എന്ന അത്യാധുനിക കാർഗോ ഡ്രോൺ കമ്പനി ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുകയാണ്. ദുർഘടമായ ഭൂപ്രകൃതിയുള്ള പ്രദേശങ്ങളിലും അതീവ സുരക്ഷാ മേഖലകളിലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കഴിയും ഈ തദ്ദേശീയ ഡ്രോണിന്. റോഡ് സൗകര്യങ്ങളില്ലാത്തതോ ശത്രു സാന്നിധ്യമുള്ളതായ അതീവ സുരക്ഷാ മേഖലകളിൽ ചുരുങ്ങിയ ദൂരത്തിൽ അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനായിട്ടാണ് ഈ ഡ്രോൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 50 കിലോഗ്രാം ഭാരം വഹിക്കാനുള്ള ശേഷി, ഏകദേശം 10 കിലോമീറ്റർ പ്രവർത്തന പരിധി, കൂടാതെ ഏകദേശം 5000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനുള്ള ശേഷി എന്നിവയാണ് തദ്ദേശീയമായി നിർമ്മിച്ച ഈ ഡ്രോണിന്റെ സവിശേഷതകൾ. സാധാരണയായി മലനിരകളിലോ അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലോ ഉള്ള സൈനികർക്ക് ട്രക്കുകൾ വഴി സാധനങ്ങൾ എത്തിക്കുന്നത് വളരെ സമയമെടുക്കുന്നതും അപകടം നിറഞ്ഞതുമാണ്. എന്നാൽ തടസ്സങ്ങളെല്ലാം മറികടന്ന സൈനികർക്ക് നേരിട്ട് വേഗത്തിലും സുരക്ഷിതമായും സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് വാഹൻ 50 ഈ പ്രശ്നത്തിന് പരിഹാരം കാണും. ഇതിന്റെ 10 കിലോമീറ്റർ പറക്കൽ പരിധി അതിർത്തിയിലെ മുൻനിര സൈനികരെ പ്രധാന താവളവുമായി ബന്ധിപ്പിക്കുന്നതിന് തികച്ചും അനുയോജ്യമാണ്. ഇതുവഴി സൈനികർക്ക് ആവശ്യമായ വെടിക്കോപ്പുകളും മറ്റ് സൈനിക ഉപകരണങ്ങളുടെ സ്പെയർ പാർട്സുകൾ, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ, അടിയന്തര മരുന്നുകൾ, ഭക്ഷണം, വെള്ളം, തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, ആശയവിനിമയ റേഡിയോകൾ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ഭാരമേറിയ ബാറ്ററികൾ എന്നീ അത്യാവശ്യ സാധനങ്ങൾ വേഗത്തിലും സുരക്ഷിതമായി എത്തിക്കാനും ഈ ഡ്രോണിന് സാധിക്കുന്നു. വളരെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ഡ്രോൺ പ്രവർത്തിപ്പിക്കുന്നത് കടുത്ത വെല്ലുവിളികൾ പലപ്പോഴും ഉയർത്താറുണ്ട്. കാരണം ഇവിടുത്തെ വായുവിന്റെ സാന്ദ്രതക്കുറവ് ഡ്രോണിന്റെ പറക്കൽ ശേഷി സാരമായി ബാധിക്കും. കൂടാതെ ഉരുൾപൊട്ടൽ കാരണവും മോശം കാലാവസ്ഥ മൂലവും മലയോര പാതകൾ എപ്പോഴും അപകടാവസ്ഥയിലായതിനാൽ സാധാരണ വാഹനങ്ങൾക്ക് ഇവിടെ സഞ്ചരിക്കാൻ കഴിയില്ല. വാഹൻ 50 ഈ പ്രതിസന്ധികളെല്ലാം ആകാശമാർഗത്തിലൂടെ സുരക്ഷിതമായി മറികടന്ന് സൈനികർക്ക് നേരിട്ട് സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുകയാണ്. 50 കിലോഗ്രാം ഭാരമുള്ള ഒരു പാക്കേജ് വഹിക്കാൻ കഴിയുക എന്നത് ഈ ഡ്രോണിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. കൂടാതെ 5000 മീറ്റർ വരെ ഉയരത്തിൽ പറക്കാനുള്ള കഴിവ്, ഹിമാലയൻ അതിർത്തി മേഖലകളിലെ വായുവിന്റെ സാന്ദ്രതക്കുറവ് മൂലം ഉണ്ടാകുന്ന വെല്ലുവിളികളെ മുൻകൂട്ടി കണ്ടു തന്നെയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെടുന്ന ലോജിസ്റ്റിക് ഡ്രോണുകൾ സാധാരണയായി മൾട്ടി റോട്ടർ അല്ലെങ്കിൽ ഹൈബ്രിഡ് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് VTOL രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുക. ഈ സവിശേഷത റൺവേയുടെ സഹായമില്ലാതെ തന്നെ കൃത്യമായ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള പോയിന്റ് ടു പോയിന്റ് ദൗത്യത്തിന് പൂർത്തിയാക്കാൻ വാഹൻ 50യെ സഹായിക്കുന്നു. ഇടുങ്ങിയ പർവ്വതനിരകൾ, താൽക്കാലിക ഹെലിപാഡുകൾ അല്ലെങ്കിൽ ചെറിയ ഇടങ്ങൾ പോലുള്ള പരിമിതമായ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രവർത്തനം മതിയാകും ഈ ഡ്രോണിന്. അതോടൊപ്പം തന്നെ ചരക്കുകൾ കൃത്യമായി നിശ്ചിത സ്ഥാനത്ത് ഇറക്കാനും ലാൻഡ് ചെയ്യാനും ആവശ്യമായ സ്ഥിരതയോടെ അന്തരീക്ഷത്തിൽ നിലയുറപ്പിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ശത്രുക്കൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം വെക്കാവുന്ന പാതകളിലൂടെയുള്ള സൈനികരുടെയും വാഹന വ്യൂഹങ്ങളുടെയും സഞ്ചാരവും ഒഴിവാക്കാൻ സാധിക്കും ഈ ഡ്രോണിന്റെ ഉപയോഗത്തിലൂടെ. നിലവിലുള്ള സൈനിക ആശയവിനിമയ കമാൻഡ് നെറ്റ്വർക്കുകളുമായി പൂർണ്ണമായി ബന്ധിപ്പിക്കുന്നതോടെ വാഹൻ 50യുടെ യഥാർത്ഥ മൂല്യവും വർദ്ധിക്കുകയാണ്. സുരക്ഷിതമായി പറക്കുന്നതിന് വാഹൻ 50 ഡ്രോൺ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഒരേ ആകാശപരിധിയിലൂടെ പോകുന്ന മറ്റു ഡ്രോണുകളുമായോ വിമാനങ്ങളുമായോ കൂട്ടിയിടിക്കാതിരിക്കാൻ ഈ സംവിധാനം സുരക്ഷ നൽകുന്നു. കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ബോക്സുകളും മരുന്നുകളും രക്തവും കേടുവരാതെ ഫ്രഷായി സൂക്ഷിക്കാൻ കഴിയുന്ന ബോക്സുകൾ, താപനില നിയന്ത്രിത ബോക്സുകൾ, ഡ്രോൺ ലാൻഡ് ചെയ്യാതെ തന്നെ സാധനങ്ങൾ പെട്ടെന്ന് താഴേക്ക് ഇറക്കാൻ കഴിയുന്ന ക്വിക്ക് റിലീസ് കിറ്റുകൾ എന്നിവയും ഈ ഡ്രോണിൻ്റെ സവിശേഷതയാണ്. വാഹൻ 50 വളരെ ഉപകാരപ്രദമാണെങ്കിലും ചില വെല്ലുവിളികളും ഈ ഡ്രോൺ നേരിടുന്നുണ്ട്. 10 കിലോമീറ്റർ എന്ന പരിധി സ്വതന്ത്രമായ ദീർഘദൂര ദൗത്യങ്ങൾ നടത്തുന്നതിന് ഒരു തടസ്സം തന്നെയാണ്. കൂടുതൽ ദൂരം സഞ്ചരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ യാത്രാമധ്യേ മറ്റൊരിടത്ത് ഇറക്കി ബാറ്ററി ചാർജ് ചെയ്യേണ്ട അവസ്ഥയുണ്ടാകും, അല്ലെങ്കിൽ ചെറിയ ദൂരങ്ങളായി പലതവണ സർവീസ് നടത്തേണ്ടി വരും. കൂടാതെ വഹിക്കുന്ന ആകെ ഭാരവും പർവ്വതനിരകളിലെ പ്രവചനാതീതമായ കാറ്റുമനുസരിച്ച് മൾട്ടി റോട്ടർ ഡ്രോണുകളുടെ ബാറ്ററിയുടെ ആയുസ് പെട്ടെന്ന് കുറയാൻ സാധ്യതയുണ്ട്. യുദ്ധമേഖലകളിൽ പ്രത്യേകിച്ച് ശത്രുക്കൾ ഇതിൻ്റെ GPS തടസ്സപ്പെടുത്താനോ റേഡിയോ സിഗ്നലുകൾ വിച്ഛേദിക്കാനോ ശ്രമിച്ചുകൊണ്ട് ഡ്രോണിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകരാറിലാക്കാനും സാധ്യതയുണ്ട്. ഇതാണ് ഈ ഡ്രോൺ നേരിടുന്ന വെല്ലുവിളികൾ. ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശത്രുക്കൾക്ക് ഹാക്ക് ചെയ്യാൻ കഴിയാത്ത അതീവ സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഡ്രോണിന് ആവശ്യമാണ്. കൂടാതെ GPS സിഗ്നലുകൾ നഷ്ടപ്പെട്ടാൽ പോലും ഡ്രോണിന് സുരക്ഷിതമായി സ്വന്തം താവളത്തിലേക്ക് മടങ്ങിയെത്താൻ സഹായിക്കുന്ന സാറ്റലൈറ്റുകളെ ആശ്രയിക്കാത്ത സ്മാർട്ട് ബാക്കപ്പ് നാവിഗേഷനും ഇതിന് അത്യന്താപേക്ഷിതമാണ്.